വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 11th ജനുവരി. ഇന്ന് നമ്മൾ 13th ജനുവരി മുതൽ 17th ജനുവരി വരെയുള്ള വീക്കാണ് കവർ ചെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റ് വലിയൊരു കറക്ഷനിലൂടെ കടന്നു പോകുന്നതാണ് നമ്മൾ കണ്ടത്. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ വീക്കിൽ 573 പോയിൻറ്റ്സിൻ്റെ ഒരു കട്ടോട് കൂടിയാണ് നിഫ്റ്റി 23,431 ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും റുപ്പി വീണ്ടും കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും വീക്കാവുന്നതാണ് പ്രധാനമായിട്ട് മാർക്കറ്റിലെ സെൽ ഓഫിന് കാരണമായതും. വീക്കിൻ്റെ തുടക്കത്തിൽ HMV വൈറസ് കൂടുതലായിട്ട് സ്പ്രെഡാകുന്നു എന്നുള്ള ഒരു ഭീതിയൊക്കെ മൂലമാണ് ആദ്യത്തെ ദിവസം കറക്റ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ പിന്നീട് അത് ആ വൈറസ് കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാക്കില്ല എന്ന് മനസ്സിലായതിന് ശേഷം മാർക്കറ്റ് ട്യൂസ്ഡേ ഒന്ന് റീബൗണ്ട് ചെയ്തു. പക്ഷേ അതിനുശേഷം വീണ്ടും ഈ റുപ്പി വീക്ക്നെസ് കണ്ടിന്യൂ ചെയ്തതും അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഉയർന്നതും പിന്നെ ഡോളർ വീണ്ടും സ്ട്രെങ്ത് എടുത്തു വരുന്നതും എല്ലാം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സെൽ ഓഫിന് കാരണമാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വീണ്ടും ഒരു കാര്യമായിട്ടുള്ളൊരു സെൽ ഓഫ് തന്നെയാണ് നമ്മൾ പിന്നീടുള്ള ദിവസങ്ങളിൽ മാർക്കറ്റിൽ കണ്ടത്. സെൻസെക്സിൻ്റെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. സെൻസെക്സും 1844 പോയിൻറ്റ്സാണ് കഴിഞ്ഞ വീക്കിൽ കറക്റ്റ് ചെയ്തത്. സെൻസെക്സ് 77,378 വന്നാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ചാർട്ടിൽ കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ഹെവി ആയിട്ടുള്ളൊരു സെൽ ഓഫാണ് കഴിഞ്ഞ വീക്കിൽ കണ്ടത്. 3,345 പോയിൻറ്റ്സാണ് മിഡ് ക്യാപ്പ് ഇൻഡെക്സ് കറക്റ്റ് ചെയ്തത്. മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തത് 54,585 അതുപോലെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും ഒരു 1,388 പോയിൻറ്റ്സിൻ്റെ കറക്ഷനോടുകൂടി 17,645 ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ വീക്കിൽ മിഡ് ക്യാപ്പ് ഇൻഡെക്സും അതുപോലെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും വലിയൊരു കറക്ഷനിലൂടെ കടന്നു പോയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് കഴിഞ്ഞ വീക്കിൽ റുപ്പി 85.87 എന്നുള്ള ലെവലിലേക്ക് താഴ്ന്നാണ് പ്രൊഫഷണലായിട്ടൊരു ക്ലോസിങ് നടത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. ഒരു പക്ഷേ US പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്കുന്നതിന് മുന്നോടിയായിട്ട് ഡോളർ വീണ്ടും കൂടുതൽ സ്ട്രെങ്ത് എടുക്കുന്നതുകൊണ്ടായിരിക്കണം റുപ്പി ഇതുപോലെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, വീക്കായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ കുറച്ച് ദിവസം കൂടെ ഇത് കണ്ടിന്യൂ ചെയ്തേക്കാം. അത് മാർക്കറ്റിൽ വീണ്ടും കുറച്ച് പ്രഷർ കൂട്ടിക്കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ വീണ്ടും അവിടെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു പക്ഷേ മാർക്കറ്റെല്ലാം സ്റ്റെബിലൈസ് ചെയ്യുന്നതോടുകൂടി റുപ്പി സ്റ്റെബിലൈസ് ചെയ്യുന്നതോടുകൂടി RBIയും കുറേയധികം ആക്ഷൻസ് എടുക്കുന്നുണ്ട്. അതോടുകൂടി റുപ്പി സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ വീണ്ടും ഒരു റീബൗണ്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ആണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ കണ്ട ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് നമ്മുടെ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ IIP ഡാറ്റ വന്നപ്പോൾ 5.2% വന്നിട്ടുണ്ട്. അത് ഒരു 6 months ഹൈ ആണ്. നവംബർ മന്തിൻ്റെ IIP ആണ് 5.2% വന്നിരിക്കുന്നത്. അത് സെപ്റ്റംബർ മന്തിൽ 3.5% മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇതൊരു 6 months ഹൈയിലേക്ക് വന്നിരിക്കുന്നത് എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. അപ്പോൾ IIP ഡാറ്റ വന്നിരിക്കുന്നത് അടുത്ത ആഴ്ചയിൽ മാർക്കറ്റിന് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടുള്ളത് കൊണ്ട് ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസിന് ശേഷമാണ് IIP ഡാറ്റ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നെക്സ്റ്റ് വീക്കിൽ മൺഡേ IIP ഡാറ്റയുടെ ഒരു പോസിറ്റീവ് ന്യൂസ് മാർക്കറ്റിലുണ്ടായിരിക്കും. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ കണ്ടൊരു പ്രധാനപ്പെട്ട Q3 റിസൾട്ടാണ് TCSൻ്റേത്. TCSൻ്റെ നെറ്റ് പ്രോഫിറ്റ് 12% ഉയർന്ന് 12,380 crores വന്നിട്ടുണ്ട്. അതുപോലെ റവന്യൂ 5.6% ആണ് ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂ 63,973 crores Q3 വന്നിട്ടുള്ളത്. എന്തായാലും TCS അതോടൊപ്പം ഒരു ഡിവിഡൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്ററിം ഡിവിഡൻ്റ് 10 rupees അതുപോലെ ഒരു സ്പെഷ്യൽ ഡിവിഡൻ്റ് ആയിട്ട് 66 rupees ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു 76 rupees ഡിവിഡൻ്റ് ഓരോ 1 രൂപയുടെ ഷെയർസിനും TCS ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് TCSൻ്റെ കഴിഞ്ഞ വീക്കിൽ വളരെ നല്ല രീതിയിൽ ഓൾമോസ്റ്റ് ഒരു 6% ഉയർന്നാണ് TCS റിസൾട്ടിനെ തുടർന്ന് ഫ്രൈഡേയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് TCSൻ്റെ ചാർട്ടാണ്. TCS നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ വീക്കിൽ ഫ്രൈഡേയിൽ ഒരു 5.62% ഉയർന്ന് 4,265
ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ടി സി എസിൻ്റെ നമുക്കൊരു എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ടാർഗറ്റ്, ഒരു പോസിറ്റീവ് റിസൾട്ടിനോട് കൂടി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ടാർഗറ്റ് 4670 ലെവൽ വരെയുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. അതേസമയം ഒരു മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻ സമയത്ത് ടി സി എസിന് 3919 ലെവലിലായിരിക്കും മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലായിട്ടുണ്ടായിരിക്കുക. അതുപോലെ നമുക്ക് നെക്സ്റ്റ് പ്രധാനപ്പെട്ട ഐ ടി കമ്പനിയായിട്ടുള്ള ഇൻഫോസിസിൻ്റെ റിസൾട്ട് നമുക്ക് ജാനുവരി 16th ആണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. അത് ഇൻഫോസിസിൻ്റെ റിസൾട്ടും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഐ ടി സെക്ടറിൽ ടി സി എസിൻ്റെ റിസൾട്ട് വളരെ പോസിറ്റീവായിട്ട് വന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീക്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഐ ടി കമ്പനീസും പോസിറ്റീവായിട്ടായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഇൻഫോസിസിൻ്റെ റിസൾട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ IPO സെഗ്മെൻറ്റിൽ നോക്കുമ്പോൾ നമ്മൾ ഡെൻ്റൽ പ്രോഡക്ട്സ് ഫേമായിട്ടല്ല, ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡെൻ്റൽ പ്രോഡക്റ്റ് ഫേമാണ് ലക്ഷ്മി ഡെൻ്റൽ എന്നുള്ള കമ്പനി. ഈ കമ്പനിയുടെ IPO വരികയാണ്. അടുത്ത ആഴ്ചയിൽ ആണ് IPO നടക്കുന്നത്. നമുക്ക് ഒരു 698 crores IPO ആണ് കമ്പനി നടത്തുന്നത്. 407 and 428 എന്നുള്ള ഒരു പ്രൈസ് ബാൻഡിലാണ് ഈ IPO നടക്കുന്നത്. എന്തായാലും ഒരു ജനുവരി 13th മുതൽ 15th വരെയുള്ള ഡേയ്സിലാണ് നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നത്. അതായത് മൺഡേ മുതൽ വെനസ്ഡേ വരെയുള്ള പീരീഡാണ് IPOയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതിൻ്റെ അപ്പർ ബ്രാൻഡായുള്ള 428 തന്നെ അപ്ലൈ ചെയ്താലായിരിക്കും ഇത് ലഭിക്കുക എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ IPO ഒരു പോസിറ്റീവായിട്ടുള്ള റിട്ടേൺ നല്ല പ്രീമിയത്തിൽ തന്നെ ലിസ്റ്റ് ചെയ്യുമെന്ന് ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ IPOയ്ക്ക് നമ്മളൊരു മിനിമം ലോട്ടിനെങ്കിലും അപ്ലൈ ചെയ്യാവുന്ന ഒരു IPO ആണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ IPO കഴിഞ്ഞ് ലക്ഷ്മി ഡെൻ്റലിൻ്റെ IPO കഴിഞ്ഞ് 20th ജനുവരിയിലായിരിക്കും ഈ സ്റ്റോക്ക് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മളുടെ കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു നമ്മൾ ഒരു ഹൈ വാല്യൂ ആയിട്ടുള്ള ചില സ്റ്റോക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഹൈ വാല്യൂ ഹൈ പ്രൈസിൽ ട്രേഡ് ചെയ്യുന്നതും പക്ഷേ കുറേയധികം റിട്ടേൺ നമുക്കിനി ഹയർ അപ്വേർഡ് മൂവ്മെൻ്റ് ഉള്ളതുകൊണ്ട് കുറേ കൂടി റിട്ടേൺ പ്രതീക്ഷിക്കാവുന്നതുമായിട്ട് ചില സ്റ്റോക്കുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുള്ളതാണല്ലേ. അപ്പോൾ നമുക്കറിയാം ചില സ്റ്റോക്കുകൾ ഹയർ പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ആ സ്റ്റോക്ക് ഒരു 20% മൂവ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ലോവർ പ്രൈസിലുള്ള ഒരു കമ്പനിയിൽ നമ്മൾ 1 lakh ഇൻവെസ്റ്റ് ചെയ്താലും, അതുപോലെ ഹയർ വാല്യൂലുള്ള ഒരു സ്റ്റോക്കിൽ 1 lakh ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് നമ്പർ ഓഫ് ഷെയർസ് കുറവാണെന്നുണ്ടെങ്കിലും പെർസെൻറ്റേജ് വൈസ് കിട്ടുന്ന റിട്ടേൺ, ഇപ്പോൾ 20% എന്ന് പറഞ്ഞാൽ 1 lakh ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് നമുക്ക് എപ്പോഴും രണ്ട് കേസിലും 20,000 ആയിരിക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഹയർ വാല്യൂഡ് ആയിട്ടുള്ള ഷെയർസും നമുക്കിപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് കൺസിഡർ ചെയ്യേണ്ട സ്റ്റോക്കുകളാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഡിസ്കസ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു PTC ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് നമ്മളൊരു 14,404 ലെവലിലാണ് കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അവിടെ നിന്നും ഈ സ്റ്റോക്ക് ഒരു 20% മൂവ്മെൻറ്റാണ് നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഡിസ്കസ് ചെയ്തതെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കാണുന്നത് ഈ വീക്കിൽ ഈ സ്റ്റോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം മൂവ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ചാർട്ടാണ് നമുക്ക് കാണാം. ഈ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിലൊരു 17,995 വരെ മൂവ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ വീക്കിൽ 25% ഈ സ്റ്റോക്ക് മൂവ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമുക്കിനി ഈ വീക്കിൽ നമുക്കൊരു 20% മൂവ് ചെയ്യാവുന്ന ഹൈ പ്രൈസ്ഡ് ആയിട്ടുള്ള 3-4 സ്റ്റോക്കുകൾ നോക്കാം. അതിലാദ്യത്തെ സ്റ്റോക്കാണ് ശക്തി പമ്പ്സ്. നമുക്ക് കാണാൻ സാധിക്കും 1277 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്കും ഒരു 20% മുകളിലേക്ക് മൂവ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ ലോയിഡ്സ് മെറ്റൽസ് ആൻഡ് എനർജിയാണ് മറ്റൊരു സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1449 കഴിഞ്ഞ വീക്കിലെല്ലാം മാർക്കറ്റ് കറക്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിലും ലോയിഡ്സ് മെറ്റൽസ് ആൻഡ് എനർജി വീണ്ടും ഇപ്പോൾ ഒരു പോസിറ്റീവ് ട്രെൻഡിൽ തന്നെ കഴിഞ്ഞ വീക്കിലും ട്രേഡ് ചെയ്തൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് ഒരു 1449 കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്കും ഒരു 20%-ലധികമൊക്കെ മുകളിലേക്ക് മൂവ് ചെയ്യാൻ പൊട്ടൻഷ്യലുള്ളൊരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് ഗണേഷ് ഹൗസിംഗ് കഴിഞ്ഞ വീക്കിൽ ഒരു കറക്ഷനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 1236 ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്കിനും ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് ലഭിക്കാവുന്നൊരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് സെൻ ടെക്നോളജീസ് വലിയൊരു റാലി കഴിഞ്ഞ് ഒരു കൺസോളിഡേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. കഴിഞ്ഞ ഫ്രൈഡേയിൽ 2458
ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും സെൻ ടെക്നോളജീസും നമുക്ക് ഇനിയും ഒരു മൂവ്മെൻറ്റ് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. ഞങ്ങൾ ഈ ജനുവരി മന്തിൽ ഒരു പുതിയ ഡയമണ്ട് പീക്ക് 27 റിലീസ് ചെയ്യുന്നുണ്ട്. അതിലും ഞങ്ങളൊരു ന്യൂ ഇയർ ആയിട്ട് ആ സ്റ്റോക്കുകളും എല്ലാവർക്കും അഫോർഡബിൾ ആയ രീതിയിൽ വാങ്ങാനായിട്ട് ഡയമണ്ട് പീക്ക് 27ലും 35,400 നിന്നും ഒരു 15,400 ഡിസ്കൗണ്ടോടുകൂടി ഡയമണ്ട് പീക്ക് 27 ജസ്റ്റ് 20,000 നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കഴിഞ്ഞ ദിവസത്തിൽ റെഗുലേറ്റർ ഒരു പുതിയൊരു സർക്കുലറായിട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ ഷോർട്ട് ടൈം റെക്കമെൻഡേഷൻസ് ഒരു 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 ക്വാർട്ടറിലേക്ക് ആണ് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഫീ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷനും അതുപോലെ തന്നെ വെൽത്ത് ഡെലിവറി റെക്കമെൻഡേഷനും നമുക്കിനി ഒരു 1 ക്വാർട്ടർലി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ആ 1 ക്വാർട്ടറിലേക്ക് അതും സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷനിൽ ഞങ്ങളൊരു ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതും ആനുവലി 35,400 ആയിരുന്നത്, പക്ഷേ ഇപ്പോൾ ജസ്റ്റ് 5,000 പെർ ക്വാർട്ടർ ആയിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു വർഷം നിങ്ങൾക്കത് 20,000 ലഭിക്കും. അതായത് ഒരു 15,400 ഡിസ്കൗണ്ട് ഇവിടെയും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ വെൽത്തിൻ്റെ പാക്കും വെൽത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഒരു റെക്കമെൻഡേഷൻ നൽകുന്ന വെൽത്തിൻ്റെ ഡെലിവറി റെക്കമെൻഡേഷൻസ് ആണ്. അതിലൊരു 40 to 60% ടാർഗറ്റുള്ള റെക്കമെൻഡേഷൻസ് ആണ്. അതും ക്വാർട്ടർലി സബ്സ്ക്രൈബ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ അതിനെ റെഗുലേഷൻസിൻ്റെ ഉള്ളിൽ നിൽക്കാവുന്ന രീതിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് കഴിഞ്ഞ ദിവസത്തിൽ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് ടാർഗറ്റ് ലഭിച്ച സ്റ്റോക്കുകളുടെ സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകളിൽ ആദ്യം നമുക്ക് കാണാം, ലുമാക്സ് ടെക്നോളജീസ് നമുക്കൊരു 25% ടാർഗറ്റ് ലഭിക്കുകയുണ്ടായത്. ആ സ്റ്റോക്ക് ഒരു 540 ലെവലിലായിരുന്നു ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത്. അതിന് ശേഷം 675 നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് ലഭിക്കുകയുണ്ടായി. അതുപോലെ ട്രിപ്പിൾ വെൽത്ത് ബിൽഡർ പാക്കായിരുന്നു മാൻ ഇൻഫ്രയിൽ നമ്മൾ 158 എൻ്റർ ചെയ്തതിന് ശേഷം 255 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 61% പ്രോഫിറ്റാണ് നമുക്ക് ആ സ്റ്റോക്കിൽ ലഭിച്ചത്. അതുപോലെ GPIയിൽ ഞങ്ങളൊരു 205 ബൈ റെക്കമെൻഡേഷൻ നൽകിയിരുന്നത്. അതിനുശേഷം 230 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ 13% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ മറ്റൊരു സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷനാണ് ആസ്കോട്ടോ. ഈ സ്റ്റോക്ക് ഞങ്ങൾ 435 എൻ്റർ ചെയ്തതിന് ശേഷം 495 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 13% പ്രോഫിറ്റാണ് നമുക്ക് ആ സ്റ്റോക്കിൽ ബുക്ക് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ ജീനസ് പവർ ഞങ്ങൾ 425 ബൈ റെക്കമെൻഡേഷൻ നൽകിയിരുന്നത്. അതിനുശേഷം 480 പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. ഒരു 13% പ്രോഫിറ്റ് ഞങ്ങൾക്ക് ജീനസ് പവറിലും ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായി. അതുപോലെ മറ്റൊരു സ്റ്റോക്കായിരുന്നു ബ്ലിസ് GVS. ഈ സ്റ്റോക്ക് ഞങ്ങൾ 132 എൻ്റർ ചെയ്തതിന് ശേഷം 165 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 25% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ബ്ലിസ് GVSലും സാധിക്കുകയുണ്ടായി. അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ വീക്കിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഈ സ്റ്റോക്കുകൾ PTC ഇൻഡസ്ട്രീസ് 28% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ വിജയ ഡയഗ്നോസ്റ്റിക് സെൻറ്റർ 18% ഉയർന്നും, SRF 16% ഉയർന്നും, ITI 16% ഉയർന്നും, സരിഗമ 10% ഉയർന്നും, നവിൻ ഫ്ലോറൈഡ് 9% ഉയർന്നും, ലോയിഡ്സ് മെറ്റൽസ് ആൻഡ് എനർജി 8% ഉയർന്നും, UPL 7% ഉയർന്നും, ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സ് 7% ഉയർന്നും, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് 6% ഉയർന്നും, ഭാരത് ഡൈനാമിക്സ് 6% ഉയർന്നും, LT മൈൻട്രി 6% ഉയർന്നും, ഗോൺകോഡ് ബയോടെക് 6% ഉയർന്നും, കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് 5% ഉയർന്നും, അതുപോലെ ശ്യാം മെറ്റാലിക്സ് 5% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകൾ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യേണ്ട സ്റ്റോക്കുകളാണ്. അതുപോലെ കഴിഞ്ഞ വീക്കിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ FIs കഴിഞ്ഞ വീക്കിൽ 16,854.4 crores സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 21,682.7 crores ബയേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റി 3rd ജാനുവരിയിൽ ക്ലോസ് ചെയ്തിരുന്നത് 24,004 അതിനുശേഷം 6th ജാനുവരിയിൽ വലിയൊരു കറക്ഷനോടുകൂടി 388 പോയിൻറ്റ്സ് കറക്റ്റ് ചെയ്താണ് ക്ലോസ് ചെയ്തത്. 7th ജാനുവരിയിൽ 91 പോയിൻറ്റ്സ് ഉയർന്ന് ക്ലോസ് ചെയ്ത മാർക്കറ്റ്. പക്ഷേ 8th ജാനുവരിയിൽ 18 പോയിൻറ്റ്സ് താഴ്ന്നും, 9th ജാനുവരിയിൽ വീണ്ടും 162 പോയിൻറ്റ്സ് താഴ്ന്നും ആണ് ക്ലോസ് ചെയ്തത്. 10th ജാനുവരിയിൽ നിഫ്റ്റി 95 പോയിൻറ്റ്സോട് താഴ്ന്ന് 23,431 ക്ലോസ് ചെയ്തത്.
അങ്ങനെയാണ് മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം നിഫ്റ്റി 573 പോയിൻറ്റ്സ് കഴിഞ്ഞ വീക്കിൽ ലോസിൽ ക്ലോസ് ചെയ്തത്. അതുപോലെ ഇപ്പോൾ നമ്മൾ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും ജനുവരി മന്ത് ഇപ്പോൾ ഒരു 213 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. നിഫ്റ്റിയുടെ 20 DMA വരുന്നത് 23,887ലും 200 DMA വരുന്നത് 23,940ലും 50 DMA വരുന്നത് 24,054ലും അതുപോലെ 100 DMA വരുന്നത് 24,388ലുമാണ്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് നിഫ്റ്റിയുടെ പിവറ്റ് പോയിന്റ് വരുന്നത് 23,621ലാണെന്ന് കാണാം. അതിന് മുകളിൽ റെസിസ്റ്റൻസ് ലെവലുകളായിരിക്കുക 23,899, 24,367, 24,514, 24,645, 25,100, 25,384 എന്നീ ലെവൽസ് ആയിരിക്കും. അതേസമയം 23,621 താഴെ സപ്പോർട്ട് ലെവലുകളായിരിക്കുക 23,460, 23,189, 22,876, 22,590 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നമുക്ക് നിഫ്റ്റിയുടെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു വീക്കിലി റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 24,367നും ലോവർ റേഞ്ച് 22,590 ആയിരിക്കും. അതേസമയം പിവറ്റ് പോയിന്റ് ആയിട്ട് നിൽക്കുക 23,621 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് അടുത്ത ആഴ്ചയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഈ വീക്കിലെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യ സിമൻസ് ആണ്. ഇന്ത്യ സിമൻസ് കഴിഞ്ഞ വീക്കിൽ ഒരു കൺസോളിഡേഷന് ശേഷം ക്ലോസ് ചെയ്തിരിക്കുന്നത് 376-നാണ്. ഈ ലെവലിന് മുകളിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ സിമൻസിൻ്റെ അടുത്ത റെസിസ്റ്റൻസ് 413 ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ വീക്കിലെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് ഇന്ത്യ സിമൻസ് ആണ്. അതുപോലെ നമ്മുടെ ഈ വീക്കിലെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യുനോ മിൻ്റെയാണ്. ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് 1097ലാണ്. ഈ ലെവലിന് മുകളിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കാണാവുന്നത് 1206 ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ വീക്കിലെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് യുനോ മിൻ്റെയാണ്. അതുപോലെ നമുക്ക് സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്കൗട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ഹിമാദ്രി സ്പെഷ്യാലിറ്റി, ഗ്രാനുൾസ് ഇന്ത്യ, ഏജിസ് ലോജിസ്റ്റിക്സ്, IRCTC, അതുപോലെ TCS എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളും ഒരു അപ്വേർഡ് ഡയറക്ഷനിലുള്ളതുകൊണ്ട് നമുക്ക് സ്റ്റോക്കുകളും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.